നോട് പറഞ്ഞുവത്രേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഗീറത്ത് എന്ന സ്വഭാവം മനസ്സിലാക്കാനുള്ളതാണ്. സ്വന്തം നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ പ്രായപൂർത്തിയെത്തിയാൽ പ്രത്യേകിച്ചും അവരുടെ വേഷവിധാനങ്ങളിൽ അച്ചടക്കം വേണമെന്നും അന്യ സ്ത്രീ പുരുഷന്മാർ ഇടപഴകുന്ന ഇടങ്ങളിലേക്കുള്ള പ്രവേശനങ്ങൾ നിയന്ത്രിക്കണമെന്നും അത്യാവശ്യങ്ങൾക്കല്ലാതെ അവർ പുറത്തിറങ്ങരുത് എന്നും പറയുന്ന ശരീഅത്തിന്റെ നിയമങ്ങൾ ഇനിയൊരു കാലം വന്നാൽ വിചിത്രമായ ആളുകൾ ചോദിക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. അങ്ങനത്തെ കാലത്തിലേക്ക് നീങ്ങുകയാണ്. പുണ്യനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജനാസ മറവ് ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോ ആ വീട്ടുകാർ ഹബീബിന്റെ വീട്ടുകാർക്ക് പരിചയമുള്ളവരാണ്. പുണ്യനബി തങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ജനാസയിൽ സംബന്ധിച്ച് ആ വീട്ടുകാരെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ച് ഫാത്തിമ ബീവിയും വരുന്നുണ്ട് റളിയല്ലാഹു അൻഹ. ബീവി വീട്ടിലേക്ക് കയറുന്നതിന് നബി തങ്ങൾ കാണുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹദീസിൽ വന്ന സംഭവമാണ്. തങ്ങൾ ചോദിച്ചു, ഫാത്തിമ ഐന കുൻതി, നിങ്ങൾ എവിടെയായിരുന്നു ഫാത്തിമ എന്ന് സ്വന്തം മോളോട് അഷ്റഫുൽ ഖൽഖ് ചോദിച്ചു. ആരാണിതെന്നറിയുമോ? സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലേക്ക് വരുന്ന മഹദിമാർ. അവരെത്ര സൗഭാഗ്യം ചെയ്തവരായിരിക്കും. ആ മഹദിമാരുടെ നേതാവാണ് ഫാത്തിമത്തു സഹ്റ, സയ്യിദത്തു നിസാഇൽ ആലം. ലോകത്തെ എല്ലാ പെണ്ണുങ്ങളെക്കാളും മഹത്വമുള്ളവർ 4 പേരെന്ന് നബി തങ്ങൾ പറഞ്ഞതിൽ ഖദീജ ബീവിയുണ്ട്, ഫാത്തിമ ബീവിയുണ്ട്, ആസിയ ബീവിയുണ്ട് റളിയല്ലാഹു അൻഹാ. അതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരെടുത്തു പറഞ്ഞ മഹദിമാർ 4 പേരുണ്ട്. മറിയം ബിൻതു ഇമ്രാൻ എന്നവരുടെ മകൾ മറിയം റളിയല്ലാഹു അൻഹാ, ആസിയ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഖദീജ റളിയല്ലാഹു അൻഹാ. ഇവർ ഈ ഉമ്മത്തികളുടെ മഹദിമാരുടെ നേതാക്കന്മാരാണ്. അലിയാരുടെ ഭാര്യയാണത് റളിയല്ലാഹു അൻഹുവിന്റെ. പുണ്യനബിയുടെ കരളിന്റെ കഷ്ണങ്ങളായ 2 മക്കള് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ സിബ്താ റസൂലില്ലാഹ്. അവരുടെ ഉമ്മയാണ്, എൻ്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പുണ്യനബി പറയുന്ന ആ മോളോട് നബി തങ്ങൾ ചോദിച്ചു എന്ന് പറയുമ്പോൾ, രക്ഷിതാക്കളെ നമ്മുടെ മക്കള് കോളേജിലോ പുറത്തോ എവിടെയെങ്കിലും പോയി വരുമ്പോൾ പോകാൻ ചോദിക്കുമ്പോൾ എവിടെയായിരുന്നു എന്ന ഒരു ചോദ്യമെങ്കിലും നമ്മുടെ മക്കളുടെ വിഷയങ്ങളിൽ ഒരൽപ്പം ശുഷ്കാന്തി വേണമെന്ന് നബി തങ്ങൾ ചോദിച്ച് പഠിപ്പിക്കുകയാണ് നമ്മളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, അങ്ങ് സംബന്ധിച്ച ജനാസയിൽ കൂടാൻ ആ വീട്ടുകാർക്ക് അവിടെ മരണപ്പെട്ടു പോയ ആ വീട്ടുകാരന്റെ വേദനയിൽ സങ്കടപ്പെടുന്ന വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ പോയതായിരുന്നു നബിയേ. നബി ഞങ്ങൾ ചോദിച്ചു, ഫാത്തിമ, നിങ്ങള് അൽ ഖുദ എന്ന് പറയുന്ന മദീനയിലെ ആ പ്രദേശം വരെ ജനാസയുടെ കൂടെ പോയിരുന്നോ എന്ന് ചോദിച്ചു. ആ വീട്ടുകാരുടെ കൂടെ അൽ ഖുദയിലേക്ക് നിങ്ങൾ പോയിരുന്നോ എന്ന് ചോദിച്ചു. ഫാത്തിമ പറഞ്ഞു, നബിയേ, കൈഫ അദ്ഹബു വഖദ് സമിഅ്തുക തഖൂലു മാ തഖൂൽ. അങ്ങനെ പുരുഷന്മാർക്കിടയിലൂടെ നടക്കരുത് എന്ന് നബിയെ അങ്ങ് പഠിപ്പിച്ചു തന്നതിന് ശേഷം ഞാൻ എങ്ങനെയാണ് അൽ ഖുദ എന്ന് പറയുന്ന സ്ഥലം വരെ പോകുന്നത്? ഞാൻ പോയിട്ടില്ല നബിയെ, വീട് വരെ പോയി തിരിച്ചു വന്നതാണ്. നോക്കണം ഹബീബിന്റെ ചോദ്യം. എന്നിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, മോളെ, നിങ്ങളെങ്ങാനും അൽ ഖുദ വരെ പോയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ പരിമളം കിട്ടാതെ പോകുമായിരുന്നു ഫാത്തിമ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നുബുവത്തിന്റെ കാലഘട്ടത്തിലാണ്. നുബുവത്തിന്റെ കാലഘട്ടം നിസ്സാരമായി കാണരുത്. നമ്മൾ കറങ്ങിത്തിരിഞ്ഞു വരുന്നു. അതിൽ എത്ര തവണ എത്രയായിരം തെറ്റുകളുടെ അവസരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒരു മുഅ്മിനായ ആണും ഒരു മുഅ്മിനത്തായ പെണ്ണും അതീവ ഗൗരവത്തിൽ ജീവിക്കേണ്ട കാലഘട്ടമാണ്. പുണ്യനബി ഫാത്തിമ ബിയോടായി ചോദിച്ചത്, നിങ്ങൾ അൽ ഖുദ വരെ പോയോ? ഷോപ്പിംഗ് മാളിന്റെ പേരല്ല നബി നിങ്ങൾ ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബീച്ചിന്റെ പേരല്ല നബി നിങ്ങൾ ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റയ്ക്ക് നിങ്ങൾ പോയോ ഫാത്തിമ? ഇല്ല നബിയെ, ഞാൻ പോയില്ല. അങ്ങ് പറയുന്നത് ഞാൻ പഠിച്ചവളാണ്, ഞാൻ എങ്ങനെ അത് ചെയ്യും നബിയെ? ഗീറത്താണത്, ഗീറത്ത്, അഭിമാനബോധം, മക്കളെക്കുറിച്ച് അഭിമാനബോധം.
ഉമറേ ഫഖ്തറബ്തു മിൻഹു ഫവജദ്തു ഇംറഅതൻ തതവല്ലഉ, നിങ്ങളുടെ സ്വർണ്ണ കൊട്ടാരത്തിന്റെ മുമ്പിൽ wudu എടുക്കുന്ന ഒരു ഹൂറിയായ പെണ്ണിനെ ഞാൻ കണ്ടു. ഇത് ആരുടെ കൊട്ടാരമാണ്? ഉമറിന്റേതാണ് റളിയല്ലാഹു അൻഹു. ഫഅറദ്തു അൻ അദ്ഖുല, അതിന്റെ അകത്തേക്കൊന്ന് കടന്നാലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ സ്വന്തം വീട്ടുകാരെ ആർക്കും കാണിച്ചു കൊടുക്കാത്ത ഉമറേ, സ്വന്തം വീട്ടിലെ പെൺമക്കളെ കുറിച്ച് ആത്മാഭിമാന ബോധമുള്ള ഉമറേ, നിങ്ങളുടെ വീട്ടിലേക്ക് കടക്കാൻ എനിക്ക് തോന്നിയില്ല, ഞാൻ തിരിച്ചു പോന്നു. കരഞ്ഞുകൊണ്ടാണ് ഉമർ എന്നവർ അതിന് മറുപടിയായി പറയുന്നത്, അലൈക അഗാറു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വപ്നത്തിന്റെ ചില അനുഭവങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം നിരപരാധിയായിരിക്കെ ജയിലിൽ കഴിഞ്ഞ ഈജിപ്തിലെ കാലഘട്ടം. നിരപരാധിയാണ്, പക്ഷേ ഹി വാസ് ജയിൽഡ്. എന്തിന്? തെറ്റ് ചെയ്യാതിരുന്നതിന്റെ പേരിൽ. സുലൈഖ ബീവി വിളിച്ച ഒരു തെറ്റിലേക്ക് യൂസുഫ് നബി ഞാനില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ. നോക്കണം, തെറ്റ് ചെയ്തിട്ടല്ല ജയിലിൽ പോയത്, തെറ്റ് ചെയ്യാത്തതിന്റെ പേരിലാണ്. قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين. ജയിലിൽ കിടക്കുമ്പോൾ കണ്ട സ്വപ്നമാണ്. അതിനെ സംബന്ധിച്ച് മഹാന്മാർ പറയുന്നു, നമ്മുടെ മനസ്സ് സങ്കുചിതമാകുമ്പോൾ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ ചേക്കേറി കയറിപ്പോകും. കാരണം ഒരു റൂമിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്, പുറം ലോകം കാണുന്നില്ല, പുറത്തേക്ക് പോകാനും പറ്റില്ല. കൊറോണ കാലത്തൊക്കെ ഒരുപാട് സ്വപ്നം നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാടുകളിലെ ബ്ലോക്കുകളും പഞ്ചായത്തിൻ്റെ മൂലകളും കൊച്ചു റോഡുകളും വഴികളും അടക്കം അടച്ചു വെച്ചൊരു സമയത്ത് ബൈക്കിൽ പോയാൽ അടി കിട്ടുന്നൊരു സമയം ഉണ്ടായിരുന്നു അല്ലേ പോലീസുകാരുടെ അടുത്ത്. ഈ സമയത്ത് ഇറങ്ങാൻ പാടില്ലല്ലോ, എങ്ങോട്ടാ പോകും? നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര പെട്ടെന്നാണ് അള്ളാഹു കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചത്. യാ അള്ളാഹ്. ബന്ധനസ്ഥരാകുമ്പോ നമ്മുടെ അബോധ മനസ്സിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ യാത്രകളും വ്യവഹാരങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് യൂസുഫ് നബിയോട് ജയിലിൽ കഴിയുന്ന രണ്ടുപേർ സ്വപ്നത്തിന്റെ കഥ പറഞ്ഞത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. എന്താ പറഞ്ഞത്? ഖാല അഹദുഹുമാ, യൂസുഫ് നബിയോട് ഒരാൾ വന്ന് പറയുന്നു, ഇന്നി അറാനി അഅ്സിറു ഖംറാ, മുന്തിരിയിൽ നിന്ന് മുന്തിരിച്ചാറെടുത്ത് മദ്യമാക്കി കൊടുക്കുന്നത്, അതിന്റെ ജ്യൂസ് എടുത്ത് കൊടുക്കുന്നത് ഞാൻ കാണുന്നു. വഖാലൽ ആഖറു ഇന്നി അറാനി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സാ, ഞാൻ എൻ്റെ തലയിൽ ഒരു കൊട്ടയിൽ റൊട്ടി കഷ്ണങ്ങൾ ചുമന്നു കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. പക്ഷികൾ അതിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ തലയിൽ റൊട്ടിയുണ്ട്, ആ റൊട്ടിയിൽ നിന്ന് പക്ഷികൾ തിന്നുപോകുന്നു. വേറൊരാൾ പറഞ്ഞു ഞാൻ മുന്തിരിയിൽ നിന്ന് ജ്യൂസ് എടുക്കുന്നു. ഇതാ കാണുന്നത്. യൂസുഫ് നബിയേ, ഇതിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് നിങ്ങളുടെ മുഖശ്രീ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ജയിലിൽ കഴിയുമ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ജയില് അങ്ങനെയാണ്, ദുന്യാവിലാണെങ്കിലും അല്ല എന്ന് തോന്നിപ്പോകും. കവിയുടെ ഒരു മനോഹരമായ ഒരു കവിതയുണ്ട്. ഖറജ്നാ മിനദ്ദുന്യാ വലസ്നാ മിൻ അഹ്ലിഹാ, ഖറജ്നാ മിനദ്ദുന്യാ വലസ്നാ മിൻ അഹ്ലിഹാ വലസ്നാ മിനൽ അംവാതി ഫീഹാ വലൽ അഹ്യാ. വീട്ടിൽ നിന്ന് ജയിലിലേക്ക് വന്നപ്പോൾ ദുന്യാവെന്ന് പോന്ന പോലെ ഞങ്ങളുടെ മരിച്ചിട്ടുമില്ല എന്നാൽ ജീവിക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു ജീവിതമാണിത്. إذا جاءنا السجان يوما لحاجة عجبنا وقلنا جاء هذا من الدنيا. ജയിലിന്റെ ഡോർ തുറക്കുന്ന ആൾ എപ്പോഴെങ്കിലും അവിടെ വന്നാൽ ഞങ്ങൾ പറയും ദുന്യാവെന്ന് ഒരാൾ ഇതാ വന്നിരിക്കുന്നു എന്ന്. ഞങ്ങൾ ആഖിറത്തിൽ എത്തിയ പോലെ തോന്നുന്നത് ജയിലിൽ കിടക്കുമ്പോ. ونفرح بالرؤيا فجلوا حديثنا إذا نحن أصبحنا الحديث عن الرؤيا. അതുകൊണ്ട് ഞങ്ങളുടെ സംസാരം അധികവും സ്വപ്നത്തെക്കുറിച്ചാണ്. ഞങ്ങൾ സ്വപ്നം കാണുകയാണ്. നേരം വെളുത്താൽ ഞങ്ങൾ കണ്ട സ്വപ്നങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ജയിലിൽ എങ്ങനെയാണെന്ന്
ജയിലിന്റെ അനുഭവം. എല്ലാ ജയിലും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല കേട്ടാ. ജയിലുകളിൽ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. നല്ല സൗകര്യങ്ങൾ കൊടുത്ത് കുറ്റവാളികൾക്ക് കുറ്റം ചെയ്യാൻ ഒരു സൗകര്യം എന്ന പോലെ ഇങ്ങോട്ട് വന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് തോന്നുന്ന ജയിലുകളും ഉള്ള ലോകമാണിത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, യൂസുഫ് നബിയെ എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനം? യൂസുഫ് അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? മുന്തിരിയിൽ നിന്ന് മുന്തിരിച്ചാറെടുത്ത് മദ്യമുണ്ടാക്കുന്നു എന്ന് കണ്ട ആളോട് പറഞ്ഞു, നിങ്ങൾ രാജാവിൻ്റെ സേവകനായി ജോലി ചെയ്യും, രാജാവിൻ്റെ റോയൽ കുക്ക്, രാജാവിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളായിരിക്കും നിങ്ങൾ. മറ്റേ ആളോട് പറഞ്ഞു, നിങ്ങളെ തൂക്കിലേറ്റപ്പെടും, നിങ്ങളെ കുരിശിൽ തറക്കും, നിങ്ങളുടെ ശരീരം പക്ഷികൾ തിന്നുപോകും. അപ്പൊ മനുഷ്യൻ പറഞ്ഞു, എത്ര യൂസുഫ് നബിയെ, ഞാൻ കണ്ടത് ശരിക്കും അതല്ല, വേറെന്തായിരുന്നു, ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് മാറിപ്പോയതാ. എന്നാൽ ആ വ്യാഖ്യാനിച്ചതായിരിക്കും സംഭവിക്കട്ടോ എന്ന് പറഞ്ഞു യൂസുഫ് അലൈഹിസ്സലാം. ഉണ്ടാക്കി പറയാൻ പാടില്ല സ്വപ്നം. അത് വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ മുമ്പിലെത്തി വ്യാഖ്യാനിച്ചു കൊടുത്താൽ ആ വ്യാഖ്യാനിക്കുന്ന മനുഷ്യൻ അതാരായിരിക്കണമെന്ന് നമുക്ക് വഴിയെ പറയേണ്ടതുണ്ട്. അത്രയും തഖ്വയുള്ള പടച്ചവനെ പേടിയുള്ള ആളുകൾ അത് വ്യാഖ്യാനിക്കുമ്പോൾ ആ പറയുന്നത് പോലെ സംഭവിക്കും എന്നതിൻ്റെ പൊരുളാണ്. خرجنا من الدنيا ولسنا من أهلها ولسنا من الأموات فيها ولا الأحياء إذا تقارب الزمان. കാലം അടുത്തേക്ക് വരുമ്പോൾ, ഖിയാമത്ത് നാൾ അടുത്ത് വരുമ്പോൾ, ലം തകദ് റുയൽ മുഅ്മിനി തക്ദിബു, സത്യവിശ്വാസിയായ ആണും പെണ്ണും കാണുന്ന സ്വപ്നങ്ങൾ ഒരിക്കലും കളവാവുകയില്ല, അത് സത്യമായി പുലരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ത്? മുഅ്മിനീങ്ങൾ പ്രയാസത്തിലായിരിക്കും, പുറത്തിറങ്ങാൻ പറ്റില്ല. ഗസയിൽ നടക്കുന്നത് പോലെ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ, ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നാൽ, ജയിലിനകത്ത് കഴിയുന്ന പോലെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, ദഅവത്ത് ചെയ്യണമെന്ന്, നല്ലത് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ കേൾക്കാൻ ആളില്ല, ആരോടും പറയാൻ പറ്റില്ല. അങ്ങനത്തെ തിന്മകളെ സ്വീകരിക്കുകയും നന്മകളെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ മുഅ്മിനീങ്ങളുടെ പ്രധാനപ്പെട്ട ആശ്വാസം അല്ലാഹു നൽകുന്ന സ്വപ്നങ്ങളായിരിക്കും. അത് സത്യസന്ധമായി പുലരുകയും ചെയ്യുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഫ്യൂച്ചർ അറിയാൻ ഇത് മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ്. അതറിയാൻ ചിലര് കൈരേഖ നോക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകും. അറാഫ് എന്ന് പറയും, ജ്യോത്സ്യന്മാർ, അവർക്കാണ് കാഹിൻ എന്ന് പറയാം, അവരെടുത്ത് പോകും. അല്ലെങ്കിൽ വല്ല നക്ഷത്ര വാരഫലം, പിന്നെ രാശിയെക്കുറിച്ചുള്ള പുസ്തകങ്ങള്, മാഗസിനുകള്, ഹൊറോസ്കോപ്പ്, ആസ്ട്രോളജി, ഇതൊക്കെ വായിച്ചു നോക്കും. എന്താണ് ഈ മാസം വല്ലതും കിട്ടാനുണ്ടോ, അടുത്ത കൊല്ലം വല്ലതും സംഭവിക്കാനുണ്ടോ? ഒരു ചുക്കും സംഭവിക്കാനില്ല മുഅ്മിനെ. അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഖളാ കിടക്കുന്നത്, ഫ്യൂച്ചർ കിടക്കുന്നത്. വെറുതെ നുണ പറയും. ചിലത് ഒത്തുവരും പിശാചുക്കൾ പറഞ്ഞു കൊടുക്കുന്ന ചില വചനങ്ങളിലൂടെ. അള്ളാഹുവിൻ്റെ ഔലിയാഇന് റബ്ബി ഇൽഹാം കൊടുക്കും, അത് വേറെയാണ്. പക്ഷെ സജ്ജനങ്ങളല്ലാത്തവരിത് പറയുന്നുണ്ട്. ഞങ്ങൾ പറയുമായിരുന്നു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗം. കൈരേഖ പറയുന്നൊരു മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് കൈവച്ചു കൊടുക്കുകയും എൻ്റെ ആയുസ് എത്രയാണെന്ന് നോക്കണേ എന്ന് പറയുകയോ, എൻ്റെ ഭാവി എന്താണ്, ഭൂതം എന്താണെന്ന് പറഞ്ഞു തരാമോ എന്ന് കൈനീട്ടി കൊടുക്കുകയും ആ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത ഖുർആനിലും ദീനിലും അയാൾ അവിശ്വസിച്ചു. ഫസദ്ദഖഹു മാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വിശ്വസിച്ചില്ല, അതാണ് ഞാൻ പറഞ്ഞ ഭാഗം, അതായിരുന്നു, തെറ്റിപ്പോയി. ഫലം യുസദ്ദിഖുഹു, ഒരാൾ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ചെന്നു, വെറുതെ നോക്ക്, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അയാൾക്ക് അറിവുണ്ടോ ഇല്ലേ, വെറുതെ ഒന്ന് ആ നക്ഷത്രമാരഫലം വായിച്ചു നോക്കുക, അതിൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, വെറുതെ ഒന്ന് കണ്ടു നോക്കുക എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്താൽ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വലിയ വിഷയമല്ലാത്ത കാര്യമാണ്.
ലോകത്തെ വലിയ വലിയ ചാനലുകൾ ഈ നക്ഷത്ര വാരഫലം നമ്മുടെ നാട്ടിലടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആധുനിക അന്ധവിശ്വാസം എന്ന് പറയും ചില ആളുകളൊക്കെ. ഏതായിരുന്നാലും ചില ആളുകൾക്കൊരു മതവിശ്വാസത്തിൻ്റെ ഭാഗമാകാം, നമ്മളവരെ ക്രിറ്റിസൈസ് ചെയ്യല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ലെന്നാണ്. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളോട് സഹായം ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നഖമഴിഞ്ഞ് സഹായിക്കണേ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തുള്ളിരുന്നാലോ, കുറേ സമയമല്ലേ ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ പേഴ്സൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടപ്പെട്ടവരാണെങ്കിലേ അതൊക്കെ എടുക്കാനുള്ള സൗകര്യത്തിനാണ്. പിന്നെ ആർക്കെങ്കിലും നേരം വൈകി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോകാനുമാണ്. അതൊക്കെ ഈ ഇടയ്ക്ക് ഇങ്ങനെ പോയിക്കോളി, എന്ത് ചെയ്യുക, ആൾക്കാർ കാണൂല. മറ്റേത് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും മുഖത്തേക്ക്. അപ്പോൾ നമുക്ക് വലിയ ചിലവുണ്ട്. 3 ദിവസത്തെ 4 ദിവസത്തെ പരിപാടിയാണിത്. അൽഹംദുലില്ലാഹ്. മൂന്നാക്കൽ എപ്പോഴും കേൾക്കുന്നതാണ് ഇവിടുത്തെ പള്ളിയും ഇവിടുത്തെ പരിപാടികളൊക്കെ. അള്ളാഹു ഈ നാടിനെ മഹത്തുക്കളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. പടച്ചതമ്പുരാന്റെ റഹ്മത്ത് അള്ളാഹു എന്നുമെന്നും നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലൊക്കെ അള്ളാഹു ഇറക്കി തരട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. سورة التافة ما شاء الله. بسم الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മുടെ വോളണ്ടിയേഴ്സ് വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? കാര്യമായിട്ട് സഹായിക്കണം. അങ്ങനെ പറഞ്ഞാൽ മതിയോ? പോരെ? അവിടെ ഒന്നും കായിട്ടില്ലല്ലേ? 12 ലക്ഷം വേണം ഒരു വീടുണ്ടാക്കാൻ. 2 എണ്ണം വേണമെന്നാണ് പറയുന്നത്. അതും മതിയാവില്ല, 4 എണ്ണത്തോടെ ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്കാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ ഒക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് തന്നെ ഉള്ളതാണ്. നമ്മളെ കുറ്റിക്കിടൂലേ? അതായി സംഭവം. അതിന് പിഷ്കണ്ട, നമുക്ക് തന്നെ എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കൊടുത്തോളി. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇരിക്കി. ജസാക്കുമുല്ലാഹു ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് ദഅവത്തുമായി വന്ന മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ നേതാവായിരുന്നു. തഫ്സീറുർ റുഅ്യ അല്ലാഹു നൽകിയൊരു വലിയ കഴിവായിരുന്നു മഹാനവറുകൾക്ക്. അതിൻ്റെ വെളിച്ചത്തിൽ മഹാനവറുകൾ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു. അവർ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് യൂസുഫ് അലൈഹിസ്സലാം പിതാവ് യാക്കൂബ് നബിയോട് പറഞ്ഞതും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും, ഖുർആനിലൂടെ ഓതാൻ കഴിയുന്നുണ്ട്. യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമർ റഅയ്തുഹും ലീ സാജിദീൻ. ഉപ്പാ, ഞാൻ സ്വപ്നം കണ്ടു 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എൻ്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു. യാ തഖ്സുസ് റുയാക അലാ അഹദിൻ, ഒരാളോടും പറയല്ല മോനെ നിങ്ങളുടെ ഈ സ്വപ്നം. ആര് പറഞ്ഞു? യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്ന് പറയുന്നത് കേട്ടോ. അള്ളാഹുവിനെ അത്രമേൽ ഇബാദത്ത് ചെയ്ത ആള് എന്ന ആ വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ വലിയ ദുൽമ് ചെയ്യുന്നൊരു രാജ്യത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൻ്റെ പേരാണ്. പക്ഷേ അത് യാക്കൂബ് നബിൻ്റെ പേരാണ്. അത് ശരിക്ക് ഇസ്രായീൽ. അതുകൊണ്ട് ഖുർആനിലൊക്കെ യാ ബനി ഇസ്രായീല, ഇസ്രായേൽ മക്കളെ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ 12 മക്കളും അവരിലൂടെ ഫലസ്തീനിലും ലബനോനിലും ജോർഡാനിലും ഒക്കെ താമസമാക്കിയ മനുഷ്യരെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. യാ ബനി ഇസ്രായീൽ. അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരൊക്കെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഡിസെൻഡൻസ് ആണ്. അവിടുന്ന് അവരുടെ വംശപരമ്പരയിൽ വന്നവരാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മഖാമിലേക്ക് പോകുമ്പോഴേ ഖലീലിൽ ഹിബ്രോണിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബറുള്ള ആ മഖാമുള്ള സ്ഥലത്ത് തന്നെയാണ് യാക്കൂബ് നബി ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മോൻ ഇസ്ഹാഖ് നബി അവിടെയാണുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ സാറ ബീവി അവിടെയാണ്. ഇസ്ഹാഖ് നബിൻ്റെ ഭാര്യ റിഫ്ഖ ബീവി അവിടെയാണ്. ഇവരൊക്കെ ഉണ്ട്. യാക്കൂബ് നബിൻ്റെ ഭാഗം അവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമുണ്ട്. ഒക്കെ ഒരു പള്ളീൻ്റെ ഉള്ളിലാണ്. പക്ഷേ യാക്കൂബ് നബിൻ്റെ ഭാഗം ജൂതന്മാരുടെ കയ്യിലാണ്, അവർ വിട്ടുതരൂല. ബാക്കി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമൊക്കെ നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ യാക്കൂബ് നബിനെ സിയാറത്ത് നമുക്ക് കിട്ടൂല, അത് ജൂതന്മാരുടെ സൈഡിലാണ്. അവർക്ക് അത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം
അവരുടെ പ്രവാചക പരമ്പരയിലെ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിട്ടാണ് അവർ കാണുന്നത്. നമുക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് യാക്കൂബ് നബിൻ്റെ പേരാണത്. ഖുർആനിലൊക്കെ പറയുമ്പോഴേ പറയുന്ന നാടിൻ്റെ പേരിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, യാ ബനി ഇസ്രാഈല. അപ്പം അങ്ങനെ വെറുതെ കുട്ടികൾ എന്താ അപ്പം അങ്ങനെ ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ച് തന്നെ ഖുർആൻ പറഞ്ഞത് അങ്ങനെ ചോദിക്കുന്ന വിവരമില്ലാത്തവരുണ്ട്. അതല്ലത്, യാക്കൂബ് നബിൻ്റെ മക്കളെ എന്നാണ് പറയുന്നത് അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാം മകൻ യൂസുഫ് അലൈഹിസ്സലാമിനോട് പറയുകയായിരുന്നു, മോനെ ഈ സ്വപ്നം ആരോടും പറയണ്ട. ആ സ്വപ്നം പിന്നെ പുലർന്നത് 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. യൂസുഫ് അലൈഹിസ്സലാം സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴേ വാപ്പ യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന് കരഞ്ഞ് മകൻ നഷ്ടപ്പെട്ട സങ്കടത്തിൽ കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോയിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസ് കൊണ്ടുപോയി മുഖത്തിട്ടപ്പോഴാണ് വാപ്പയുടെ കണ്ണ് ഫർത്തദ്ദ ബസീറാ. ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടില്ല യാക്കൂബ് നബിക്ക് കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടാൻ. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഡ്രസ്സ് കൊണ്ടുപോയി വെച്ചതാ മുഖത്ത്. മഹാന്മാരുടെ ആധാറുകൾ, അവരുമായി ബന്ധപ്പെട്ടതിന് പുണ്യമുണ്ടെന്നും ബറക്കത്തുണ്ടെന്നും വിശുദ്ധ ഖുർആൻ സ്ഥാപിക്കുകയാണ്. യാക്കൂബ് നബിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടിയത് സർജറി ചെയ്തിട്ടല്ല. എങ്ങനെയാ? യൂസുഫ് നബി എന്ന സ്വന്തം മകൻ നബിയാണ്. വാപ്പാക്ക് കണ്ണിന്റെ വാപ്പ നബിയാണ്. ആ കാഴ്ച കിട്ടാൻ വാപ്പാന്റെ കുപ്പായിട്ട് വെക്കാനല്ല ഖുർആൻ പറഞ്ഞു. മോൻ യൂസുഫ് നബിയുടെ കുപ്പായം കൊണ്ടുപോയി വാപ്പാന്റെ മുഖത്ത് വെച്ചു കൊടുക്കുന്നു. ഫർത്തദ്ദ ബസ്വീറ, കാഴ്ച കിട്ടി. അങ്ങനെ കൻആനിൽ നിന്ന് ഈജിപ്തിലേക്ക് സീനാ മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്തു. ഉമ്മ റാഹിൽ ബീവിയുണ്ട്. ബിന്യാമീൻ എന്നിവരുടെയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും ഉമ്മയാണ് റാഹിൽ ബീവി. പിന്നെ ബാക്കി 10 ജ്യേഷ്ഠന്മാർ, അവരുടെ ഉമ്മ വേറൊരു ഉമ്മയാണ്, പേരെനിക്ക് ഓർമ്മയില്ല. റാഹിൽ എന്നാണ് യൂസുഫ് നബിന്റെ ഉമ്മാന്റെ പേര്. ആ റാഹിൽ ബീവിയെയാണ് ഇംഗ്ലീഷുകാരൻ റൈച്ചൽ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഒരുപാട് റൈച്ചൽമാരുണ്ട് ഇംഗ്ലീഷിൽ. റൈച്ചൽ പെൺകുട്ടിക്ക് ഇടുന്ന പേരാണ്. ഇംഗ്ലീഷുകാരൊക്കെ ക്രിസ്ത്യൻസൊക്കെ ഇടുന്ന പേരാണ് റൈച്ചൽ. അതാരാ? യൂസുഫ് നബിന്റെ ഉമ്മാന്റെ പേരാണ് റാഹിൽ, അവരാണ് റൈച്ചൽ. റിഫ്ഖ ബീവി എന്ന് പറയുന്നതാണ് റബേക്ക. യാക്കൂബ് നബിന്റെ ഭാര്യയാണ് റിഫ്ഖ ബീവി. അത് ഇംഗ്ലീഷുകാരൻ പറഞ്ഞപ്പോൾ റബേക്ക എന്നായിപ്പോയി. അപ്പൊ റബേക്ക എന്ന് പറയും. കുറെ ആൾക്കാരുണ്ട് റബേക്കമാർ, കുട്ടികൾക്ക് പേരിടും. വാപ്പയും ഉമ്മയും 11 സഹോദരങ്ങളും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് സ്വന്തം ജ്യേഷ്ഠന്മാരോട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മാ ഫഅൽതും ബി യൂസുഫ വഅഖീ, യൂസുഫ് നബിയോടും അവരുടെ അനുജനായ ബിന്യാമീനോടും നിങ്ങൾ കാണിച്ചു കൂട്ടിയ ക്രൂരതകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യൂസുഫോ മരിച്ചുപോയില്ലേ? അന യൂസുഫു വഹാദാ അഖീ, ഞാനാണ് യൂസുഫ്, ഇതെന്റെ സഹോദരൻ ബിന്യാമീനാണ് എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാമാണ് എന്നവർക്ക് ബോധിച്ചപ്പോൾ എല്ലാവരും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ആദര സൂചകമായി സുജൂദിൽ വീണിട്ടുണ്ട്. അന്ന് അവരുടെ ശരീഅത്തിൽ അത് ചെയ്യാമായിരുന്നു, നമുക്ക് പറ്റൂല. നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു സംഭവം നടക്കുന്നത് കൊച്ചുനാളിൽ യൂസുഫ് അലൈഹിസ്സലാം കണ്ട 11 നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു എന്ന സ്വപ്നം. 11 നക്ഷത്രങ്ങൾ, 11 സഹോദരങ്ങൾ. സൂര്യൻ ഉപ്പയാണ്, ചന്ദ്രൻ ഉമ്മയാണ്. അവര് സുജൂദ് ചെയ്യുന്നത് തന്നെ സംഭവിച്ചു 40 കൊല്ലങ്ങൾക്ക് ശേഷം. അപ്പൊ മഹാന്മാർ പറയാണ്, ചില സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ സംഭവിക്കാൻ മാക്സിമം എടുക്കുന്ന സമയം 40 കൊല്ലമാണ് എന്ന് ഈ സംഭവത്തെ ആസ്പദപ്പെടുത്തി പറഞ്ഞവരുണ്ട്. ഹദീസിൽ വന്ന വിഷയമാണത്. 40 കൊല്ലം വരെ സമയമെടുക്കും ഒരു സ്വപ്നം വ്യാഖ്യാനം സംഭവിക്കാൻ. കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം സംഭവിക്കാൻ 40 കൊല്ലം വരെ എടുത്തെന്ന് വരും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അങ്ങനെ അല്ല, 50ഉം 70ഉം കൊല്ലങ്ങൾ എന്ന അഭിപ്രായങ്ങളും അവിടെ സ്വഹാബിമാരുടെ വചനങ്ങളിൽ മുഅത്തയിൽ ഇമാം മാലിക് എന്നിവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ അങ്ങനെ 40-ലേറെയും സംഭവിക്കാം എന്ന് പറയുന്ന പണ്ഡിതർക്കുള്ള തെളിവുമാണ്. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, മഹാനായ അല്ലാഹുവിന്റെ പ്രവാചകർ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവസാന നാളിൽ അല്ലാഹുവിനോട് നന്ദി പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അല്ലാഹുവേ, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ.
രാജാവാണ്, ഇനി എന്താ വേണ്ടത്? തറവാട് യാക്കൂബ് നബിയുടെ തറവാട്, യൂസുഫ് നബിയുടെ വാപ്പ നബിയാണ്, വല്ലിപ്പ നബിയാണ്, വല്ലിപ്പയുടെ ഉപ്പയും നബിയാണ്. യൂസുഫ് നബിയുടെ ഉപ്പ യാക്കൂബ് നബി അലൈഹി സ്വലാം നബി, അവരുടെ ഉപ്പ ഇസ്ഹാഖ് നബി നബിയാണ്, അവരുടെ വാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നബിയാണ്. അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യാക്കൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ലോകത്തെ ഏറ്റവും വലിയ മാന്യനും മഹോന്നതനുമായ ഒരാളെ ഉള്ളൂ, അത് യൂസുഫ് നബിയാണ്. അവരുടെ വാപ്പ നബിയാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം, അവരുടെ വാപ്പ യൂസുഫ് നബിയുടെ വാപ്പ യാക്കൂബ് അലൈഹിസ്സലാം, അവരുടെ ഉപ്പ ഇസ്ഹാഖ് നബി, അവരുടെ ഉപ്പ ഇബ്രാഹിം ഖലീലുർ റഹ്മാൻ അലൈഹിമുസ്സലാം. എല്ലാവരും പ്രവാചകന്മാർ. രാജാധികാരവും കൂടെ അള്ളാഹു നൽകിയപ്പോഴേ യൂസുഫ് നബി പറയുന്ന വാക്കെന്താണ്? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്. പൈസ കയ്യിൽ കിട്ടുമ്പോൾ അള്ളാഹുവിനെ മറന്നു പോകുന്നവരെ, പൈസ ഉണ്ടാകുമ്പോൾ, വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ ശൂന്യാവാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്നവരെ. ഇന്നത്തെ ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഈ പള്ളി ശരിയാവില്ല, നമുക്ക് മറ്റേ മലയാളത്തിൽ പറഞ്ഞിടത്തൊക്കെ പോയാൽ ശരിയാവുള്ളൂ. ചില ആളുകൾ അങ്ങനെ മാറുകയാണ്, ഓട്ടോമാറ്റിക്കലി അവർ ചിന്തിക്കുകയാണ്. നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമല്ലോ. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, നമ്മളത് കൈകടത്തല്ല. പക്ഷേ ചില തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് വരുന്ന പാകപ്പിഴവുകളെ ശ്രദ്ധിക്കണമെന്ന് പറയാം. പൈസ കിട്ടുമ്പോൾ ഒരവസ്ഥയും അത് കഴിഞ്ഞാൽ മറ്റൊരവസ്ഥയും അങ്ങനെ ആവരുത്. ചില നിസ്കാരം നടത്തി വെക്കും, പിന്നെ ഫുള്ള് കുടിയന്മാരായിരിക്കും. സമ്പത്തും ദീനും ഒരുമിച്ചുണ്ടാകുന്നത് വലിയൊരു സൗഭാഗ്യമല്ലേ? എത്ര ആളുകളുണ്ട് അങ്ങനെ? പൈസ ഉണ്ട്, അപ്പോൾ കുടി തുടങ്ങി, നല്ല മോനായിരുന്നു, അപ്പോൾ ഫുള്ള് കുടി നിർത്തി വലിയ അതിനപ്പുറത്തേക്ക് ഇഞ്ചക്ഷനും മയക്കുമരുന്നിൻ്റെ അടിമയാണ്. അങ്ങനെയൊക്കെ എത്ര മക്കളുണ്ട് റബ്ബേ നമ്മുടെ ഉമ്മത്തിൽ. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ, അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ, പടച്ചതമ്പുരാൻ ബോധം കൊടുക്കട്ടെ. അള്ളാഹു ആ മക്കളെയൊക്കെ നമുക്ക് ദീനിന് തിരിച്ചു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അധികാരം നൽകി റബ്ബേ, അധികാരം നൽകി. തറവാടുള്ള കുടുംബത്തിലാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനവും നീ എനിക്ക് പഠിപ്പിച്ചു തന്നുവല്ലോ റബ്ബേ. യൂസുഫ് നബി പറയട്ടോ, അവസാനത്തെ ദുആയാണ്. ഫാത്തിറസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ ഒരാളും ചെയ്തു വെച്ച ഒരു ഉദാഹരണം കണ്ടുകൊണ്ടല്ലാതെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചവനെ അല്ലാഹുവേ, അൻത വലി ഫിദ്ദുനിയ വൽ ആഖിറ. ഈ ലോകത്തും നാളെ പരലോകത്തും എൻ്റെ സംരക്ഷകൻ നീയാണ് റബ്ബേ. തവഫനി മുസ്ലിമാ. ആഗ്രഹം പറയാണ്, രാജാവാണ്, എല്ലാം ഉണ്ട്, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ചേർത്തേണമേ. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ, വിഐപി അങ്ങനെയൊന്നല്ല, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർത്തി തരയണമേ. എന്തൊരു മനോഹരമായ പ്രാർത്ഥനയാണ് സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാമിൻ്റേത്. അള്ളാഹു നമുക്കും സ്വാലിഹീങ്ങളുടെ സഹവാസം ദുന്യാവിലും നാളെ ഖബറിൻ്റെ അടുത്ത് അപ്പുറത്തപ്പുറത്തൊക്കെ സ്വാലിഹീങ്ങളെ കിട്ടണം. ഇപ്പുറത്ത് കള്ളുകൂടിയാനാണ്, അവിടെ അടിയുണ്ടാവും, മലക്കൾ നല്ല അടിക്കും. ഇവിടെ തോന്നിവാസം ചെയ്ത ആളാണ്, അവിടെ അദാബിൻ്റെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാവും. അപ്പം മുഅ്മിനീങ്ങൾക്ക് അവിടെ കിടക്കാൻ സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഖബറിൽ കിടക്കുമ്പോഴും അരികത്ത് സ്വാലിഹീങ്ങളെ കിട്ടാൻ വേണ്ടി ദുആർന്നോളിയെന്ന്. അള്ളാഹു നമുക്ക് സജ്ജനങ്ങളുടെ സാമീപ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ അള്ളാഹു സജ്ജനങ്ങളിലേക്ക് ചേർത്തിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അമ്പിയാക്കന്മാർക്ക് അല്ലാഹു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു. യൂസുഫ് നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു. അവരല്ലാഹു നൽകുന്ന വഹയിന്റെയോ അല്ലാഹു നൽകുന്ന ദിവ്യബോധനം, ഇൽഹാം, ഇൻസ്പിറേഷൻ, അല്ലാഹു നൽകുന്ന ദിവ്യബോധത്തിന്റെയോ വെളിച്ചത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ സംഭവിക്കും. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ മദീന പള്ളിന്റെ 4 മൂലക്കൽ മൂത്രവെച്ച് സ്വപ്നം കണ്ട കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതോ ക്ലാസ്സിൽ. മദീന പള്ളിയുടെ 4 മൂലക്ക പോയിട്ട് വലിയൊരു രാജാവ് മൂത്രവെച്ചു എന്നാ മൂപ്പർ കണ്ട സ്വപ്നം അതാണ്. ആകെ ബേജാറായിപ്പോയി. ആരോടത് പറയാൻ പറ്റുമോ? പള്ളി പോയി മൂത്രവെച്ചതൊക്കെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അടി കിട്ടൂലേ? അന്ന് ജീവിച്ചിരിപ്പുണ്ട് മഹാനായ മുഹമ്മദ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, രാജാവ് ഇങ്ങനെ സ്വപ്നം കണ്ട ആകെ പേടിയിലാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അമവി ഭരണാധികാരിയാണ്. കണ്ട സ്വപ്നം, ഒരു പുത്ത മനുഷ്യനല്ലേ, പള്ളിന് 4 മൂലൊക്കെ പോയി മൂത്രമൊഴിച്ചതാ കണ്ടത്. നമ്മൾ വിചാരിക്കുക സ്വപ്നം കണ്ട ഭയങ്കര പ്രശ്നമാണെന്ന്. എന്താ അതിൻ്റെ വ്യാഖ്യാനം എന്നറിയോ? ഇബ്നു സീരീൻ തങ്ങൾ കൊടുത്ത അർത്ഥം, നിങ്ങളുടെ 4 മക്കൾ ലോകം ഇസ്ലാമിക രാജ്യങ്ങൾ ഭരിക്കുന്ന ഖലീഫമാരായി മാറുന്നതാണ്. പറഞ്ഞ പോലെ നടന്നും ചെയ്തു. 4 മക്കളും ഖലീഫമാരാണ്.
മർവാൻ ബിൻ അബ്ദുൽ മലിക്, മസ്ലമത്ത് ബിൻ അബ്ദുൽ മലിക്, വലീദ് ബിൻ അബ്ദുൽ മലിക്, ഇവരൊക്കെ രാജാക്കന്മാരാണ്. ആ കണ്ട സ്വപ്നം കാണുന്നതും അതിൻ്റെ വ്യാഖ്യാനവും ഒരുപോലെ ആവണമെന്നില്ല. മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ മൂത്രപ്പുര ഉണ്ടാക്കുന്നല്ല അതിനർത്ഥം. പള്ളിക്ക് 4 മൂത്രപ്പുര ഉണ്ടാക്കി കൊടുക്കും, അതല്ല. 4 മക്കൾ ഖലീഫമാരാവുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ട്, റബ്ബേ, ഇതൊക്കെ പറയണമെങ്കിൽ അള്ളാഹു നൽകുന്നൊരു വിവരം തന്നെ വേണം അല്ലേ? അല്ലെ എങ്ങനെ ഇത് അർത്ഥം വെക്കുക? ഇൽഹാമ് കൊണ്ട് സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകൾ അതിന് മറുപടി പറയും. അതല്ലാത്തവർ പിശാചിന്റെ വഴിയിലേക്ക് പോകും. അതാണ് ജ്യോത്സ്യവും കൈരേഖ നോക്കുന്നതും രാശി പറയുന്നതും. ഇത് ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ കുഫറിലേക്ക് പോകാൻ കാരണമാണ്. വിശ്വസിച്ചാല്, ഇനി ഒരാൾ വിശ്വസിക്കാതെ വെറുതെ വായിച്ചു, നക്ഷത്രവാരഫലം പത്രത്തിലോ മാഗസീനിലോ അല്ല ടി വിയിലോ വന്നപ്പോഴും നോക്കി, വെറുതെ നോക്കാം. ഒരു ആളോട് വെറുതെ കൈ കൊടുത്തൊന്ന് നോക്കിക്കണേ, പിന്നെ ജ്യോത്സ്യനെ നിങ്ങൾ നോക്കി എന്താ എൻ്റെ അവസ്ഥ, 60 കൊല്ലം ജീവിക്കുമോ, 80 ഉണ്ടോ, 90 ഉണ്ടോ? വെറുതെ ഒരു വിശ്വസിക്കാനൊന്നും പോയതല്ല, വെറുതെ കളിയാക്കാൻ വേണ്ടി പോയതാ. വെറുതെ ചെന്നാൽ 40 ദിവസത്തെവരുടെ നിസ്കാരം ക്രോസ് സ്വീകരിക്കൂല, അള്ളാഹു സ്വീകരിക്കൂല. 40 ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ചെറുപ്പക്കാരെ, കുട്ടികളെ, ജ്യോത്സ്യവും ഹോറോസ്കോപ്പ് അല്ലെങ്കിൽ അസ്ട്രോളജി, അസ്ട്രോണമി നല്ലതാണ്, അത് വാനശാസ്ത്രമാണ്. പക്ഷെ അസ്ട്രോളജി അത് രാശിയും അതും ഇതും പറഞ്ഞ് ഇന്ന രാശിയിൽ ജനിച്ചപ്പോൾ ആ നക്ഷത്രത്തിന് നിന്റെ മേൽ അധികാരമുണ്ട്. കോടാനുകൂടി നക്ഷത്രങ്ങളുണ്ട്. ഈ കിടക്കുന്ന ആൾക്കാരുടെ ആരാണ് ഇപ്പോൾ ഈ മമ്മൂട്ടി, ആ ജനിച്ച ആള്, അയാളെ തലയിലേക്ക് ആ നക്ഷത്രം കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ അതിൻ്റെ അർത്ഥം? ഇത് വിശ്വസിക്കാനും ലോകത്ത് ആൾക്കാരുണ്ട് കേട്ടാ. എത്ര ആൾക്കാരുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവർ? ഭൂമിയിലൂടെ നടക്കുന്ന ഈ മനുഷ്യൻ എവിടെയൊക്കെ നടക്കും, അതൊക്കെ ആ നക്ഷത്രം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നക്ഷത്രത്തിനും ഇയാൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അർ-റുഅയ സ്വാലിഹതു ജുസ്ഉം മിൻ 46 ജുസ്അൻ മിനൻ നുബുവ്വ. നുബുവത്തിന്റെ 46 അംശങ്ങളിൽപ്പെട്ട ഒരംശമാണ് സത്യസന്ധമായ സ്വപ്നമെന്ന് സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഒത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അർ-റുഅയ സ്വാലിഹ, നല്ല സ്വപ്നം, ജുസ്ഉം മിൻ 46 ജുസ്അൻ മിനൻ നുബുവ്വ. നുബുവത്ത് അല്ലാഹു നൽകുന്ന ദിവ്യബോധനമാണ്. ആ നുബുവത്തിനെ 46 പാതിയായി മാറ്റിയാൽ അതിന് ഹിക്മത്ത് പറയാറുണ്ട്. അല്ലാഹു അലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകരാകുന്നതിന്റെ മുമ്പ് ദിവ്യബോധനം വരാൻ തുടങ്ങിയത് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയപ്പോഴാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തങ്ങൾ നല്ല സ്വപ്നങ്ങൾ കാണും, കണ്ടതുപോലെ സംഭവിക്കും. അത് 6 മാസമാണ് ഉണ്ടായത്. നുബുവത്തിന്റെ ഒരു പ്രാരംഭമാണത്, 6 മാസം. അപ്പൊ 6 മാസമാണ് ഒരു കാലം എന്ന് പറയുന്നത്. 23 കൊല്ലങ്ങളിൽ എത്ര 6 മാസം ഉണ്ട്? 23 കൊല്ലാണല്ലോ നബി ആയത്. എത്ര 6 മാസം കിട്ടും? 46 അല്ലേ? 23-ന് നമ്മള് 6 മാസം ഒരു ഭാഗമാണ് 6 മാസം. അപ്പൊ ഒരു കൊല്ലത്തിൽ 2 ഭാഗമായി. അപ്പൊ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 2 6 മാസമല്ലേ? അപ്പൊ 23 കൊല്ലം എന്ന് പറയുമ്പോൾ 46 അതുകൊണ്ടാണ് സത്യസന്ധമായ സ്വപ്നം നുബുവത്തിന്റെ 46 അംശങ്ങളിൽപ്പെട്ട ഒരംശമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നുബുവത്താണ്, റിസാലത്തല്ല. നുബുവത്ത് ദിവ്യബോധനമാണ്, റിസാലത്ത് ശരീഅത്താണ്. സ്വപ്നങ്ങളിലൂടെ ഒരാൾ സ്വപ്നം കണ്ടാൽ എന്തെങ്കിലും ഒരു ഹലാല് ഹറാമായെന്നോ ഏതെങ്കിലും നബി തങ്ങൾ എന്നെ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഒരു മസ്അല, ഒരു ഹലാലിനെ ഹറാമാക്കുകയോ ഹറാമിനെ ഹലാലാക്കുകയോ ശരീഅത്തിന്റെ നിയമങ്ങൾ അതുകൊണ്ട് സ്ഥാപിക്കപ്പെടുകയില്ലെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അവറുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ നേതാക്കളിൽപ്പെട്ട നേതാവാണ്. മഹാനവറുകളുടെ ഈ സംഭവം മുതവാത്തിറാണ്, എല്ലാവരും അംഗീകരിക്കും. സുന്നികൾ മാത്രമല്ല, അല്ലാത്തവരൊക്കെ ഈ സംഭവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് കറക്റ്റാണ്. എന്താ കണ്ടത്? മഹാനവറുകൾ കാണുന്നത് ഒരു മേഘം ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നു, പിന്നെ തീജ്വാലകൾ ഉണ്ടാകുന്നു. തീജ്വാലയിൽ ഒരാൾ ഇരിക്കുന്നു. ഞാനാണ് പടച്ചവനെന്ന് പറയുന്നു. അബ്ദുൽ ഖാദിറെ, നിങ്ങൾക്ക് ഞാനാണ് അല്ലാഹു, ഇതുവരെ ഹറാമാണെന്ന് ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് ഇനി മുതൽ ഹലാലാണ് കേട്ടോ. മഹാൻ ഇൽമുണ്ടായിരുന്നു.
നന്ദി കെട്ടവനായി പോയവനെ, അള്ളാഹുവിന്റെ ശത്രുവേ നീ പോ. പുന്നാര നബി തങ്ങൾക്ക് ഹറാമായത് എനിക്കെങ്ങനെ ഹലാലാകും? ശരീഅത്തിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കാൻ അള്ളാഹുവിനല്ലാതെ ആർക്ക് പറ്റും? ഇത് പിശാച്ചാണ്, നീ പിശാച്ചാണ്, പൊയ്ക്കോ എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പിശാച്ചിനെ ആട്ടി ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വപ്നങ്ങളിലൂടെ കടന്നു വരുന്നത് മുബശ്ശിറാത്തുകളാണ്, ചില സൂചനകളും ചില സന്തോഷ വാർത്തകളുമാണ്. അതിലൂടെ ഒരു ശരീഅത്തിന്റെ നിയമം സ്ഥാപിക്കപ്പെടുന്നില്ലെന്ന് മഹാന്മാർ. ഫ്യൂച്ചർ, വരാൻ പോകുന്ന കാര്യം നന്നാവണമെങ്കിൽ ഒരു കാര്യം നബി തങ്ങൾ പഠിപ്പിച്ചു. ഇത് അറിയാൻ പറ്റിയെന്നേ നടക്കുള്ളൂ അല്ലേ? ഒരാളുടെ അടുത്ത് പോയി, അള്ളാഹുവിൻ്റെ ഒരു വലിയുടെ അടുത്ത് പോയി, ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയും. നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ സേഫ് ആക്കണമെങ്കിൽ, നമ്മുടെ വരാൻ പോകുന്ന കാലം നമ്മൾ ഇടപെടുന്ന വിഷയം ഖൈറായി വരണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വലാത്തുൽ ഇസ്തിഖാറ, ദുആഉൽ ഇസ്തിഖാറ. ഇസ്തിഖാറത്തിന്റെ ദുആ, 2 റക്അത്ത് നിസ്കരിക്കുകയും ആ ദുആ ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ഏതൊരു കാര്യമാണോ അള്ളാഹു അനുവദിച്ചത് ഹലാലായ ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതിൽ ഖൈറേ വരികയുള്ളൂ. രണ്ടും കൺഫ്യൂഷനാണ്. ഏത് വേണം, അത് വേണോ, ഇത് വേണോ, രണ്ടും ഒരുപോലെ ഹലാലാണ്. അള്ളാഹുവിനോട് ചോദിക്കുക, റബ്ബേ ഇതിൽ ഖൈറിലേക്ക് എത്തിക്കണേ പടച്ചവനെ. എന്നിട്ട് എന്താണോ കൽബിലേക്ക് തോന്നുന്നത് അതിനനുസരിച്ച് അമല് ചെയ്യാം. ഇനി കൺഫ്യൂഷൻ ഒന്നുമില്ല. ഒരാൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്, 2 റക്അത്ത് നിസ്കരിക്കുക, ഇസ്തിഖാറത്ത് നിസ്കരിക്കുക. ഒരു കുട്ടി കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, റാഹത്താണ്, 2 റക്അത്ത് നിസ്കരിക്കുക ശുക്രായിട്ട്, ഇസ്തിഖാറത്ത്, റബ്ബേ എൻ്റെ ഈ ജീവിതം ഖൈറാക്കി തരണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുന്നാര നബി യുഅല്ലിമുനൽ ഇസ്തിഖാറത കമാ യുഅല്ലിമുനസ് സൂറത മിനൽ ഖുർആൻ. ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിക്കുന്ന പോലെ ഇസ്തിഖാറത്തിന്റെ ദുആ നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഖൂൽ, അവിടുന്ന് പറയാറുണ്ട്, ഇദാ ഹമ്മ അഹദുകും ബിൽ അംരി, നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഫൽയർകഅ റക്അതൈനി മിൻ ഗൈരിൽ ഫരീദ, സുന്നത്തായിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. ثم ليقل, എന്നിട്ട് പറയണം, ദുആ ചെയ്യണം നിസ്കാരം കഴിഞ്ഞിട്ട്, اللهم إني أستخيرك بعلمك وأستقدرك بقدرتك وأسألك من فضلك العظيم فإنك تعلم ولا أعلم وتقدر ولا أقدر وأنت علام الغيوب اللهم إن كنت تعلم أن هذا الأمر خير لي في دنياي وديني وعاجل أمري وآجله ومعاشي ومعادي فاقدره لي ويسره لي وقدر لي الخير وإن كنت تعلم غير ذلك فاصرفه عني وصرفني عنه وقدر لي الخير حيث كان. പടച്ചവനെ, ഞാൻ മുന്നിട്ടിറങ്ങുകയാണ്, നിനക്കേ അറിയുകയുള്ളൂ, നിനക്കേ കഴിവുള്ളൂ റബ്ബേ, എനിക്കറിയില്ല, എനിക്ക് കഴിവുമില്ല. ഞാൻ മുന്നിട്ടിറങ്ങുന്ന ഈ വിഷയം എനിക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ അല്ലാഹുവേ എനിക്ക് സാധിപ്പിച്ചു തരണമേ. ഈ വിഷയം എനിക്ക് ഖൈറല്ലെങ്കിൽ തട്ടി ദൂരത്താക്കേണമേ എന്ന് ദുആ ചെയ്യണം. ഖുർആനിലെ സൂറത്തൊക്കെ നമ്മൾ ചൊല്ലി പഠിക്കൂലേ, അതുപോലെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം, നമ്മളും പഠിക്കണം പറ്റുമെങ്കിൽ. ദുആഉൽ ഇസ്തിഖാറ ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും. ദുആഉൽ ഇസ്തിഖാറ. ഇസ്തിഖാറ എന്ന് പറഞ്ഞാൽ ഖൈറിനെ തേടുക. ഇസ്തിഖാറ, ഖൈറിനെ തേടുന്ന ദുആ. ഇതെന്തിനാണെന്നറിയോ? വരാൻ പോകുന്ന ഒരു കാര്യം, എന്നിട്ട് അതിൻ്റെ അവസാനം ثم رضني به, അല്ലാഹുവേ എന്താണോ പിന്നെ നീ എനിക്ക് നൽകുന്നത് അതിൽ നീ എനിക്ക് ഉറപ്പ് നൽകണമേ, പൊരുത്തം തരണമേ. അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. ആ വിഷയത്തിൽ ചില പരീക്ഷണങ്ങൾ വരാം, അതും ഖൈറിനാണ്. അല്ലാഹു നീ എനിക്ക് തൃപ്തി തരണമേ എന്ന് ദുആയിരക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ചർച്ചകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് സ്വപ്നലോകത്തെ കുറിച്ചുള്ള ചർച്ചയാണ്, ആത്മാവിൻ്റെ വിഹാരമാണ്, ആത്മാവിൻ്റെ സഞ്ചാരമാണ്. يسألونك عن الروح قل الروح من أمر ربي. നബിയേ, അങ്ങയോടവർ ചോദിക്കുന്നു, ويسألونك عن الروح قل الروح من أمر ربي وما أوتيتم من العلم إلا قليلا. നബിയെ, അങ്ങയോട് ആത്മാവ് എന്താണെന്ന് ചോദിക്കുന്നവരെ സൂറത്തുൽ കഹ്ഫ് ഇറങ്ങാനുണ്ടായ കാരണം അതാണ്. മദീനയിലെ ജൂതന്മാർ, മക്കയിലെ പൈഗൻസ്, അവിടുത്തെ ബിംബാരാധകരായ ആളുകൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്തു. ഇത് ശരിയായ നബിയാണോ അല്ലയോ എന്നറിയാൻ ഞങ്ങളൊരു കാര്യം പറഞ്ഞുതരാം. 3 ചോദ്യം ആ നബിയോട് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ടെങ്കിൽ അദ്ദേഹം ശരിയായ നബിയാണ്. 1, മാ ബാലുൽ ഫിത്യ,
ഗുഹയിൽ 300 കൊല്ലത്തോളം ഉറങ്ങിയ 7 ഗുഹാവാസികളുടെ കഥ എന്താണെന്ന് ചോദിക്കൂ. പിന്നെ ചോദിക്കണം ദുൽഖർനൈൻ ചക്രവർത്തി ആരായിരുന്നു. മൂന്നാമത്തേത് ആത്മാവ് എന്താണ്. ഈ 3 ചോദ്യത്തിന് ലാ യുജീബു അൻഹാ ഇല്ലാ നബി, ഒരു പ്രവാചകന് മാത്രമേ അതിന് ഉത്തരം പറയാൻ കഴിയൂ. അതുകൊണ്ട് ചോദിക്കൂ, ഉത്തരം തന്നാൽ അവർ നബിയാണെന്ന് ഉറപ്പാണ്. തങ്ങളവിടെ ഇൻഷാ അല്ലാ ഞാൻ പറയാം എന്ന് പറയേണ്ടതിന് പകരം നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം എന്ന് പറഞ്ഞുപോയി. തങ്ങൾ ഇൻഷാ അല്ലാ പറയാൻ മറന്നു. അപ്പോൾ വഹി 40 ദിവസത്തോളം നീണ്ടുപോയി. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ചോദിച്ചു, ജിബ്രീലെ എന്തെങ്കിലും വരാൻ വൈകിപ്പോയത്? ولا تقولن لشيء إني فاعل ذلك غدا إني فاعل ذلك غدا إلا أن يشاء الله واذكر ربك إذا نسيت. നബിയെ മറന്നല്ലേ ഇൻഷാ അല്ലാഹ് പറയാൻ? എപ്പോഴും ഒരു കാര്യം അടുത്ത നിമിഷത്തിൽ നിയർ ഫ്യൂച്ചറിൽ ചെയ്യാണെന്നുണ്ടോ? ഇൻഷാ അല്ലാഹ്, ഇഫ് ഗോഡ് വിൽസ്, അല്ലാഹു തീരുമാനിക്കുകയാണെങ്കിൽ, അള്ളാഹിന്റെ സഹായമുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും എന്നാണ് പറയേണ്ടത്. ചെറിയൊരു വാക്കാണ്, നമ്മളൊക്കെ എപ്പോഴും പറയാനോ മറക്കാനോ ഒക്കെ സാധ്യതയുള്ള സാധനമാണ് ഇൻഷാ അല്ലാഹ്. അത് പറയാത്തതിൻ്റെ പേരിൽ 40 ദിവസം വഹി വന്നില്ല. അവർ നബി തങ്ങളെ കളിയാക്കാൻ തുടങ്ങിയില്ലേ. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ചോദിച്ചിട്ട് പറഞ്ഞുതരാം. നാളെ എന്ത് നാളെ, ദിവസം എത്രയായി? തങ്ങൾ വിഷമിച്ചു പോയി. പിന്നെ ഞങ്ങളുടെ ആയത്തിറങ്ങി. 110 ആയത്തുകളുള്ള സൂറയാണ് ഇറങ്ങിയത് പുണ്യ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. യസ്അലൂനക അനിർ റൂഹ്, അതിലുണ്ട് നബിയെ അവർ ആത്മാവിനെ കുറിച്ച് അങ്ങയോട് ചോദിക്കുന്നു. എന്താണ്? വാട്ട് ഈസ് ദി എസൻസ് ഓഫ് സോൾ? എന്താണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ? ആത്മാവ് എന്താണ്? മരിച്ചു കിടക്കുന്ന മനുഷ്യനിൽ തലയുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ഹാർട്ടുണ്ട്, ലിവറുണ്ട്, കിഡ്നി ഉണ്ട്, കൈയും കാലും ഒക്കെ ഒരു മനുഷ്യന്റെ മയ്യത്തിന്റെ ദേഹത്തുണ്ട്. എന്താ പിന്നെ ഇല്ലാത്തത്? റൂഹ് മാത്രമല്ല. അത് കാണാൻ പറ്റൂല. ഇറ്റ് ഈസ് അബ്സ്ട്രാക്ട്സ്, കാണാൻ പറ്റാത്ത സാധനമാണ്. അതെന്താണ്? അതിന്റെ എസൻസ്, അതിന്റെ ഉറവിടം എന്താണ്? ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. അതിന്റെ ഡീറ്റെയിൽസ് അല്ലാഹുവിന് മാത്രമേ അറിയൂ. കുറച്ച് നബി തങ്ങൾ പറഞ്ഞു തന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുൽ ഇൽമിന് അറിയാം, ബാക്കി ആർക്കും അറിയില്ല. അർറുഇയാ മിനല്ലാഹി വൽ ഹുലും മിനശ് ശൈത്വാൻ. അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന സ്വപ്നങ്ങളുണ്ട്. ചില സ്വപ്നങ്ങൾ സത്യവിശ്വാസികളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു നൽകുന്ന ചില അറിവുകളുണ്ട്. സ്വപ്നങ്ങൾ അങ്ങനെയാണ്. ചിലത് വൽ ഹുലും മിനശ് ശൈത്വാൻ, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ചില ചോദ്യങ്ങൾ, സങ്കടപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ. ചില സ്വപ്നങ്ങൾ കണ്ട ഭയങ്കര ടെൻഷനായി, ആ ദിവസം തന്നെ അങ്ങ് കൊള്ളാവും അല്ലേ? ഉണർന്ന സമയം അല്ലോ ഞാൻ രക്ഷപ്പെട്ട് ഞാൻ ഉറങ്ങായിരുന്നല്ലോ റബ്ബേ, ഇതെങ്ങാനും ഒറിജിനലാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനെ ചിന്തിക്കുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ട്. അങ്ങനെ കണ്ടവരുണ്ടെങ്കിൽ കൈവയ്ക്കട്ടെ. എപ്പോഴെങ്കിലൊക്കെ ഓടി തളർന്ന് പേടിച്ച് പിന്നെ അവിടെ ഉണരുമ്പോൾ അല്ലാ രക്ഷപ്പെട്ടല്ലേ, ഉറങ്ങായിരുന്നല്ലോ. വൽ ഹുലും, അതിന് ഹുൽം എന്നാണ് പറയാ. ഹുൽം, അഹ്ലാം, അത് പിശാചാണ്. നല്ല സ്വപ്നങ്ങൾക്ക് റുഇയ എന്നാണ് പറയാ. ചീത്ത സ്വപ്നങ്ങൾക്ക് ഹുൽം എന്നാണ് പറയാ. ഹെൽം എന്ന് പറഞ്ഞാൽ സഹനം എന്നർത്ഥമുണ്ട്. ഹുൽം എന്ന് പറഞ്ഞാൽ സ്വപ്നമാണ്. എങ്ങനത്തെ സ്വപ്നം? പിശാച് നൽകുന്ന സ്വപ്നം. ഒരു അറാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ ഞാനൊരു സ്വപ്നം കണ്ടു. അന്ന റഅസി ഖദ് ഖുതിഅ, എന്റെ കഴുത്ത് മുറിക്കപ്പെട്ടു നബിയേ, എന്റെ തല അങ്ങോട്ട് മുറിഞ്ഞു. കണ്ട സ്വപ്നമാണ്. ഫഹുവ യതദഹദഹു വയതദഹ്റജു അമാമി, ആ തല നബിയെ എന്റെ മുമ്പിലൂടെ ഇങ്ങനെ ഉരുണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതിപ്പോ എങ്ങനെ ഉണ്ടാവുക? തല മുറിഞ്ഞു പോയാൽ പിന്നെ കാണാൻ നേരം ഉണ്ടാവുമോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പിശാച് നിങ്ങളുടെ തലയിൽ കയറി കളിക്കുന്ന ഇമാതിരി കാര്യങ്ങൾ നിങ്ങളാരും വിളിച്ചു പറയരുതേ. ഒരാളെ തല പോയി എന്ന് പറഞ്ഞാൽ വിഷമുള്ള കാര്യല്ലേ? ലാ തുഖ്ബിരിന്നാസ് ബിതലാഉബി ശൈത്വാനി ബിക ഫിൽ മനാം, സ്വപ്നത്തിൽ പിശാച് നിങ്ങളുടെ തലയിൽ കയറി കളിക്കുന്ന ഈ തരത്തിലുള്ള കളികൾ നിങ്ങൾ ആരോടും പറയാൻ നിൽക്കരുതേ. ഇത് ഹുൽമാണ്, ഇത് റുയയല്ല, സ്വപ്നമല്ല. ഇത് നല്ല സ്വപ്നമല്ല, ചീത്ത സ്വപ്നമാണ്. അത് ആരോടും മിണ്ടരുത്. ശ്രദ്ധിക്കണേ. നല്ല സ്വപ്നം കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് പറഞ്ഞോളൂ, അൽഹംദുലില്ലാ എന്നും പറയാം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളരെ കോൺഫിഡൻഷ്യലായ കാര്യങ്ങളാണെങ്കിൽ അത് വിശ്വസിക്കുന്നവരോട് പറഞ്ഞോളൂ. പേടിക്കുന്ന സ്വപ്നം കണ്ടു, എഴുന്നേൽക്കുമ്പോഴേക്കും ഇടത് ഭാഗത്തേക്ക് ഉമിനീരില്ലാതെ 3 തവണ എന്ന് പറഞ്ഞ് തുപ്പുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാ. വലാ തുഖ്ബിർ ബിഹി അഹദ. ഒരൊറ്റ കുട്ടിനോട് ഇത് പറയാൻ പാടില്ല എന്നാണ്. ഇഷ്ടപ്പെട്ടവരോടും അല്ലാത്തവരോടും സ്വന്തം വേണ്ടപ്പെട്ടോ ആരോടും പറയണ്ട. മോശപ്പെട്ട സ്വപ്നമില്ലേ, അത് പറയാതിരുന്നാൽ അതിനെ തുടർന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഉടലിൽ നിന്ന് തല ഉരുണ്ടുപോകുന്ന സ്വപ്നം കണ്ട ആറാബിയോട് പുണ്യനബി, പിശാച് നിന്നെ കൊണ്ട് ഈ കളിയൊക്കെ വിളിച്ചു പറയാ മനുഷ്യന്മാരുടെ മുമ്പിൽ വന്നിട്ട്, ഇതൊക്കെ സ്വപ്നമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് ഹുൽമാണ്, ഇത് പിശാചിൻ്റെതാണ്. ഹറാമ് ചെയ്യുന്നത് കാണുന്നത്, തിന്മ ചെയ്യുന്നത് കാണുന്നത്, ശരീഅത്തിന്റെ നിയമങ്ങളെ പിച്ച് ചീന്നുന്നത് കാണുന്നത്, ഇതൊക്കെ പിശാച് നൽകുന്ന ദുർബോധനങ്ങളാണ്. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് പിശാചിനോട് എറിഞ്ഞോടിച്ചില്ലേ, പൊയ്ക്കോ നീ പിശാചാണ്, ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇദാ റആ അഹദുകും റുഅയൻ യുഹിബ്ബുഹാ ഫഇന്നമാ ഹിയ മിനല്ലാഹ്. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണിത്. നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു സ്വപ്നം നിങ്ങൾ കാണുകയാണെങ്കിൽ ആ സ്വപ്നം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വഇദാ റആ റുഅയാ യക്റഹുഹാ, വെറുപ്പുളവാക്കുന്ന വിഷമമുണ്ടാക്കുന്ന സ്വപ്നം കാണുന്നത് ഫഇന്നമാ ഹിയ മിനശ് ശൈത്വാൻ, അത് പിശാചിൽ നിന്നുള്ളതാണ്. മുഅ്മിനീങ്ങൾക്ക് ഇനി ബാക്കിയുള്ളത്, ഹബീബായ നബി തങ്ങളുടെ കാലശേഷം ഇനി ബാക്കിയുള്ളത് സത്യസന്ധമായ സ്വപ്നങ്ങളാണ്. വെറുതെ സ്വപ്നങ്ങൾ അടിച്ച് മക്കയിലെ ഇന്ന ഇമാമ് കണ്ടു, ഇന്ന കാര്യം, ഈ പേപ്പർ 90 കോപ്പി എടുക്കുക, എന്നിട്ട് വിതരണം ചെയ്യുക. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വീട് തീ പിടിക്കും. വെറുതെ പച്ച നോണുണ്ടാക്കി ഇവിടെ എല്ലാ കാലത്തും ഉണ്ട്. ഇവിടെ കിട്ടാറുണ്ട് അങ്ങനെ? ഇപ്പോൾ കുറഞ്ഞിക്കണമല്ലേ? മക്കത്ത് അങ്ങനത്തെ ഇമാമന്നെ ഉണ്ടാവില്ല. ആ ഇമാം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അത് ഹറമിലെ ഇമാം ഷെയ്ഖ് അഹമ്മദ് കണ്ടു എന്നാ പറഞ്ഞു. അങ്ങനെ അവർക്ക് പണ്ട് വായിച്ചു നോക്കിയാവോ. അന്ന് ഷെയ്ഖ് അഹമ്മദ് ഉണ്ട് അവിടെ ഹറമില്. മൂപ്പര് പറയാം, പൊന്നാര മക്കളെ ഞാൻ അറിയും കൂടി ഇല്ല ഈ സംഭവം എന്ന്. മൂപ്പരെ പേരിൽ അടിച്ചിറക്കെ ഹറം ഇങ്ങനെ കണ്ട് ഖിയാമത്ത് നാൾ ആകാനായിട്ടുണ്ട്, അതുകൊണ്ട് ഇത് എല്ലാവരും ഈ നോട്ടീസ് എല്ലാവർക്കും അറിയിച്ചു കൊടുത്തേക്ക്. ഇത് ഇത്ര ആൾക്ക് അറിയിച്ചു കൊടുത്ത എത്ര കൂലിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പെരുത കുട്ടി മരിക്കും. അപ്പോൾ പേടിച്ച് എല്ലാവരും ഫോട്ടോ കോപ്പി എടുക്കാൻ പോവുകയാണ്. ഏതോ ഫോട്ടോ കോപ്പിയറിന് കച്ചവടം നടക്കാത്തതുകൊണ്ട് ഇതുണ്ടാക്കി വിടണായിരിക്കും ചിലപ്പോൾ. അല്ലാഹു ആലം. ഉള്ളതേ പറയാവൂ, നുണ പറയരുത്. الرؤيا الحسنة من الرجل الصالح جزء من 46 جزءا من النبوة. സത്യസന്ധനായ മനുഷ്യൻ, കാണുന്ന ആള് നന്നാവണം, അതൊരു കണ്ടീഷനാണ്. നല്ല മനുഷ്യൻ, സ്വാലിഹായ ഒരു മനുഷ്യൻ കാണുന്ന സത്യസന്ധമായ സ്വപ്നം, അത് അല്ലാഹുവിന്റെ ഹബീബിന് നൽകപ്പെട്ട നുബുവത്തിന്റെ 46 അംശങ്ങളിൽ പെട്ട ഒരംശമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി